ഹോർമൂസിൽ ശക്തമായ ഉപരോധം തുടർന്ന US സെൻട്രൽ കമാൻഡ് 35 കപ്പലുകൾ തിരിച്ചയക്കുകയും 4 കപ്പലുകൾ കടലിൽ തടയുകയും ചെയ്തു. US നാവിക വ്യോമസേനകൾ സംയുക്തമായാണ് ഉപരോധം നടപ്പിലാക്കുന്നത്. കുവൈറ്റിലെ US സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെയും കുവൈറ്റിന്റെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നേരത്തെ കൂടിക്കാഴ്ചയും നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചെയ്യുന്നുണ്ട്. ഐസൺ, എന്തായാലും ഇറാന്റെ തുടർച്ചയായ പ്രകോപനങ്ങൾക്ക് ശക്തമായ ഒരു മറുപടി ആയിരിക്കുമോ ഇനി അമേരിക്ക നൽകുക? എന്തായാലും കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് US സെൻട്രൽ കമാൻഡിന്റെ തീരുമാനം. വിഷ്ണു, നിലവിലെ സാഹചര്യത്തിൽ ഇറാനെതിരായ ആക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ളൊരു നീക്കമാണ്, അല്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് തടഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നൊരു നിലപാടാണ് ട്രംപ് ഇന്ന് രാവിലെ സ്വീകരിച്ചിരുന്നത്. അത്തരം നീക്കങ്ങളാണ് പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളുടെയും നിർദ്ദേശപ്രകാരമാണ് അത്തരം തീരുമാനമെടുത്തത് എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വരികയും ചെയ്തത്. സമൂഹമാധ്യമത്തിൽ ട്രംപ് ഇത് കുറിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയൊരു ആക്രമണത്തിനുള്ള സാധ്യത നിലവിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും ഗൗരവമായൊരു വിഷയം എന്ന് പറയുന്നത് ഇറാനെ സമാധാന ധാരണയിലേക്ക് സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന, അതായത് ഹോർമൂസിലൂടെ കടന്ന് ഇറാനിലെ പോർട്ടുകളിലേക്ക് എത്തുന്ന കപ്പലുകളെ കൃത്യമായി തടയുന്ന നീക്കം US സെൻട്രൽ കമാൻഡ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി 35ഓളം കപ്പലുകൾ തിരിച്ചയക്കുകയും 4 കപ്പലുകൾ, നേരത്തെ നമുക്കറിയാവുന്നതാണ്, 2 കപ്പലുകൾ ആക്രമിക്കുകയും 2 കപ്പലുകളിൽ സൈനിക നടപടിയിലൂടെ തടയുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ 4 കപ്പലുകൾ കൂടി കടലിൽ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 39ഓളം കപ്പലുകളെ തിരിച്ചയക്കുകയും തടയുകയും ചെയ്ത കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് മറ്റൊരു നിർണായകമായൊരു നീക്കം US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സെൻട്രൽ കമാൻഡിലെ ലഫ്റ്റനന്റ് ജനറൽ ലീഹിയും കുവൈറ്റ് ആർമിയിലെ ഖാലിദ് അൽ ഷെറിയ ലഫ്റ്റനന്റ് ജനറലായ ഖാലിദ് അൽ ഷെറിയുമായുള്ള കൂടിക്കാഴ്ചയാണ് നടന്നത്. ഈ കൂടിക്കാഴ്ച നടന്നതിലും ചില പ്രാധാന്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുവൈറ്റിനെതിരെ ഇറാൻ ആക്രമണം നടത്തുന്ന നീക്കങ്ങൾ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു തവണ ആക്രമണം നടത്തുകയും ചെയ്തു. കുവൈറ്റിലെ US-ൻ്റെ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും സൈനിക രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മേഖലകൾ സുരക്ഷിതമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള ചേർന്നുള്ള പ്രവർത്തനമുണ്ടാകുമെന്നാണ് ഈ കൂടിക്കാഴ്ചയിലുണ്ടായത്. ലഫ്റ്റനന്റ് ജനറൽ ലീഹിയും കുവൈറ്റ് ലഫ്റ്റനന്റ് ജനറൽ ഖാലിദ് അൽ ഷെറിയുമായുള്ള കൂടിക്കാഴ്ച ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് നടന്നത്. അതായത് കുവൈറ്റിലെ അമേരിക്കൻ അസറ്റിനുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ച എന്ന റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത്. വിഷ്ണു. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.